പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 9-ാം വാക്യം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹൃദയം. നമ്മുടെ ബാഹ്യ നേത്രങ്ങൾ കൊണ്ട് ഹൃദയത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല. അതുപോലെ നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും ഒന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയില്ല. എന്നാൽ നമ്മുടെ ഉള്ളങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന, നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. അതെ, നമുക്ക് ദൈവമായി ആഴമായുള്ള ബന്ധവും നമ്മുടെ ഹൃദയത്തിൽ നല്ലത് ചിന്തിക്കുവാനും നമുക്ക് കഴിയുമെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ, ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് കഴിയും. നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തനങ്ങൾ ഒക്കെ എപ്പോഴും നല്ലതായിരിക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. കാരണം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് ദോഷകരമായിട്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവൻ അത് പ്രതികൂലമായി തന്നെ ബാധിക്കും. നമുക്കറിയാം, ഒരു അണക്കെട്ട്, ആ അണക്കെട്ടിൽ നിറയെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അതിന്റെ ആ ഒരു ഷട്ടർ പതുക്കെ ഇങ്ങനെ തുറന്നു കൊടുക്കുമ്പോൾ ശകലം വെള്ളം ഇങ്ങനെ ഒഴുകും. കുറച്ചുകൂടി ഷട്ടർ ഇങ്ങനെ പൊക്കിക്കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ശക്തമായി അതിൽ നിന്ന് വെള്ളം ഒഴുകുവാൻ തുടങ്ങും. ഇതുപോലെയാണ് ദൈവത്തിന്റെ അനന്തമായ ശക്തി മനുഷ്യനിലേക്ക് പ്രവഹിക്കുന്നത്. നാം എത്രത്തോളം നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിങ്കലേക്ക് തുറന്നു കൊടുക്കുന്നുവോ അത്രത്തോളം ദൈവത്തിന്റെ ശക്തി നമ്മിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചു കൊണ്ടേയിരിക്കും. അതോടൊപ്പം തന്നെ ആ അണക്കെട്ടിന്റെ ഷട്ടർ നല്ലതുപോലെ ഇങ്ങനെ പൊക്കി വെക്കുമ്പോൾ ആ വെള്ളം ശക്തമായി പ്രവഹിക്കുന്നതിനോടൊപ്പം തന്നെ അതിലെ കല്ലും അതിലെ അഴുക്കും ചെളിയും ഒക്കെ ആ വെള്ളത്തോടൊപ്പം ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ദൈവത്തിന്റെ ആത്മപ്രവാഹം നമ്മിലേക്ക് ഉണ്ടാകുമ്പോൾ നമ്മളുള്ള വിദ്വേഷങ്ങളും വെറുപ്പും അവിശ്വാസവും അശുദ്ധിയും ഒക്കെ നമ്മിൽ നിന്ന് തട്ടി കളഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് കർത്താവിങ്കലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തെ എപ്പോഴും ശുദ്ധമാക്കി വെച്ചുകൊണ്ട് ദൈവികമായ ആ ഒരു വിശ്വാസത്തിൽ ആഴമായി നിലയുറപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ആ ഒരു വലിയ ആത്മപ്രവാഹം നമ്മിലേക്ക് ഒഴുകുവാൻ വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അതിനുവേണ്ടി ഇന്നത്തെ ദിനം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.